കേരളത്തിൽ ഭരണമാറ്റമുണ്ടായി. വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റതോടെ അണിയറയിൽ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയാണ് മുതിർന്ന നേതാവ് പ്രൊഫസർ കെ.വി. തോമസ്. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിന്റെ ക്യാബിനറ്റ് പദവിയോടെ ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായി തിളങ്ങിയ തോമസ് മാഷ് LDF പരാജയപ്പെട്ടതോടെ വീണ്ടും രാഷ്ട്രീയ കൂടുമാറ്റത്തിന് ഒരുങ്ങുന്നു എന്നാണ് തലസ്ഥാനത്ത് നിന്നുള്ള ശക്തമായ സൂചനകൾ. BJPയുടെ കരുത്തനായ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷുമായി കെ.വി. തോമസ് ഡൽഹിയിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത് ഒരേയൊരു ചോദ്യമാണ്: കെ.വി. തോമസ് കാവിപ്പാളയത്തിലേക്കാണ്. കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ നിഗൂഢമായ പുഞ്ചിരിയോടെ അഭ്യൂഹങ്ങൾ തള്ളിക്കളയാതിരുന്ന കെ.വി. തോമസിന്റെ ശൈലി ഈ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നു. ഡൽഹിയിൽ താൻ പലരെയും കാണാറുണ്ട് എന്നായിരുന്നു മാഷിന്റെ തന്ത്രപരമായ മറുപടി. കൂടുമാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് ഒത്തിരി കഥകൾ കൊടുക്കാം, ഞാൻ ഇവിടെ 50 വർഷമായി രാഷ്ട്രീയത്തിലുള്ളതല്ലേ, BL സന്തോഷ് അടക്കമുള്ള ആളുകളെ 10-20 വർഷമായി നേരിട്ട് കാണുന്നതാണ്, ഇന്നിപ്പോൾ പുതിയതായി കാണുന്നതല്ലോ എന്ന് പറഞ്ഞ് രാഷ്ട്രീയ കൗതുകം അദ്ദേഹം സജീവമാക്കി നിർത്തി. ഡൽഹിയിൽ കെ.വി. തോമസിന് വീണ്ടും കോളടിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. BL സന്തോഷുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ NDA സഖ്യത്തിലെ പ്രമുഖ നേതാവും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക പ്രതിനിധിയായി കെ.വി. തോമസ് മാറിയേക്കുമെന്ന ശക്തമായ അഭ്യൂഹങ്ങളും ദേശീയ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഡൽഹിയിലെ രാഷ്ട്രീയ ഇടനാഴികളിലെ സ്വാധീനവും ഉദ്യോഗസ്ഥ തലത്തിലുള്ള മികച്ച ബന്ധങ്ങളും മുൻനിർത്തി മറ്റ് ചില BJP ഇതര NDA സംസ്ഥാനങ്ങളും കെ.വി. തോമസിനെ തങ്ങളുടെ പ്രത്യേക പ്രതിനിധിയാക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പിണറായി സർക്കാരിന്റെ കാലത്ത് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിരുന്ന കെ.വി. തോമസ് തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടൻ തന്നെ ധാർമ്മികത മുൻനിർത്തി സ്ഥാനം രാജിവെച്ച് ഓഫീസ് ഒഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഡൽഹി കേരള ഹൗസിലെത്തി CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതോടൊപ്പം വരും ദിവസങ്ങളിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയേക്കും. കേരള രാഷ്ട്രീയത്തിലും ഡൽഹിയിലും പവർ പൊളിറ്റിക്സിന്റെ എല്ലാ തന്ത്രങ്ങളും പയറ്റിത്തെളിഞ്ഞ നേതാവാണ് കെ.വി. തോമസ്. സംസ്ഥാനത്ത് മന്ത്രിയായും UPA ഭരണകാലത്ത് കേന്ദ്രമന്ത്രിയായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹം 2019 കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതോടെയാണ് നേതൃത്വവുമായി അകന്നത്. പിന്നീട് 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വിലക്ക് ലംഘിച്ച് LDF കൺവെൻഷനിൽ പങ്കെടുത്തതോടെ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കി. എന്നാൽ രാഷ്ട്രീയ ചതുരംഗത്തിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന തോമസ് മാഷിന് മാസങ്ങൾക്കുള്ളിൽ പിണറായി സർക്കാർ ക്യാബിനറ്റ് റാങ്ക് നൽകി ഡൽഹിയിലേക്ക് അയക്കുകയായിരുന്നു.